ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ആര് ഭരിക്കുമെന്നതിനെക്കുറിച്ച് ഇതിനോടകം തന്നെ എക്സിറ്റ് പോളുകൾ ലഭ്യമായി തുടങ്ങി. UDF അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏതെല്ലാം സീറ്റുകളിൽ UDF ജയിക്കും എന്നുള്ളതാണ്. ഓരോ ജില്ലയിലെയും ഏതെല്ലാം സീറ്റുകളാണ് നേടാൻ പോകുന്നതെന്നുള്ളത്, സീറ്റുകളുടെ എണ്ണവും ഏതൊക്കെ സ്ഥലവുമാണെന്നതിനെക്കുറിച്ച് വിവരിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. നമുക്കാദ്യം തിരുവനന്തപുരം ജില്ല പരിശോധിക്കാം. തിരുവനന്തപുരത്ത് UDFന് 5 സീറ്റ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമതായി അരുവിക്കര, നെയ്യാറ്റിൻകര, കോവളം, തിരുവനന്തപുരം സെൻറ്റർ, വട്ടിയൂർക്കാവ്. ഇനിയും കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലം, കുന്നത്തൂർ, കുണ്ടറ, കൊട്ടാരക്കര, പത്തനാപുരം, ചവറ, കരുനാഗപ്പള്ളി എന്നീ 7 അസംബ്ലി മണ്ഡലം കോൺഗ്രസ് നേടാനുള്ള സാധ്യത കൂടുതലാണ്. പത്തനംതിട്ടയിൽ 3 UDF വിജയിക്കാൻ ഏറെ സാധ്യതയുള്ളത്. അടൂര്, ആറന്മുള, തിരുവല്ല. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ കായംകുളം, ഹരിപ്പാട്, അമ്പലപ്പുഴ, അരൂർ, കുട്ടനാട് എന്നീ 5 മണ്ഡലങ്ങൾ UDF ഈ പ്രാവശ്യം വിജയിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കോട്ടയത്തേക്ക് വന്നാൽ 7 അസംബ്ലി നിയോജക മണ്ഡലം UDF നേടുവാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. അത് ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, പാല, കടുത്തുരുത്തി. ഇടുക്കിയിലേക്ക് വന്നാൽ ഇടുക്കിയിലെ 5 സീറ്റും നേടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഇടുക്കി, പെരുമേട്, ഉടുമ്പൻചോല, തൊടുപുഴ, ദേവികുളം. എറണാകുളത്തേക്ക് വന്നാൽ കൊച്ചി ഒഴികെയുള്ള 13 സീറ്റുകളും കോൺഗ്രസിന് വിജയസാധ്യത, UDFന് വിജയസാധ്യത കാണുന്നുണ്ട്. ആ 13 സീറ്റുകളുടെ പേരുകൾ പറയുവാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയുന്നില്ല. 13 സീറ്റുകൾ എറണാകുളത്ത് ലഭിക്കും, കൊച്ചി ഒഴികെയുള്ള. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 സീറ്റ് തീർച്ചയായിട്ടും ലഭിക്കും. 1 ചാലക്കുടി, 2 ഇരിങ്ങാലക്കുട, 3 മണലൂർ, 4 തൃശ്ശൂർ. പാലക്കാട്ട് 5 വിജയിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പാലക്കാട്, തൃത്താല, പട്ടാമ്പി, ചിറ്റൂർ, മണ്ണാർക്കാട്. മലപ്പുറത്തേക്ക് വന്നാൽ 16 സീറ്റുകൾ നേടും. അതുകൊണ്ട് ഏതൊക്കെ അസംബ്ലി എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. 16 സീറ്റും UDFന് അനുകൂലമായ വിധിയെഴുത്താണ് ഉണ്ടാകാൻ പോകുന്നത്. കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കൊയിലാണ്ടി, വടകര, നാദാപുരം, പേരാമ്പ്ര, വാലുശ്ശേരി, കുറ്റ്യാടി, എലത്തൂർ എന്നീ 9 സീറ്റുകൾ UDFന് ലഭിക്കുമെന്നുള്ളതാണ് പത്രമാധ്യമങ്ങളിൽ കൂടിയും മറ്റ് വിലയിരുത്തൽ കൂടിയും ലഭിച്ചിട്ടുള്ള അറിവ്. വയനാട്ട് 2 സീറ്റുകൾ UDFന് ലഭിക്കും, കൽപ്പറ്റയും സുൽത്താൻ ബത്തേരി. കണ്ണൂരിൽ 5 സീറ്റുകളാണ് കോൺഗ്രസ് നേടുവാൻ പോകുന്നത്. കണ്ണൂർ, ഇരിക്കൂർ, പേരാവൂർ, തളിപ്പറമ്പ്, അഴീക്കോട്. കാസർഗോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 3 സീറ്റുകൾ UDF നേടുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അത് ഒരു കാലത്തും UDF ജയിക്കാത്ത തൃക്കരിപ്പൂർ. ഈ പ്രാവശ്യം സന്ദീപ് വാര്യരിലൂടെ തൃക്കരിപ്പൂർ UDF കോൺഗ്രസ് കൈക്കലാക്കുവാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡും മഞ്ചേശ്വരവും. ഇതുകൂടാതെ കോൺഗ്രസ്സിന് ലഭിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ UDFന് ജയിക്കാൻ പറ്റുന്ന ചില നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് തിരുവനന്തപുരത്തെ കാട്ടാക്കട, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, കാസർഗോട്ടിലെ ഉദുമ, എറണാകുളത്തെ കൊച്ചി
ഈ 4 നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കൂടി വിജയിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ 87 സീറ്റും അതുകൂടാതെ 4 സീറ്റും കൂടി കൂട്ടുമ്പോൾ 91 സീറ്റുകൾ UDF ലഭിക്കാവുന്ന സീറ്റുകളാണ്. ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് എണ്ണം മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഈ വീഡിയോയിലൂടെ UDF വിജയിക്കാൻ പോകുന്ന അസംബ്ലി മണ്ഡലത്തെക്കുറിച്ചാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LDF ഭരണകാലത്ത് നമ്മളെ ഭരിച്ചു മുടിപ്പിച്ച മന്ത്രിമാരുടെ പതനമാണ് പലയിടത്തും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും ആറന്മുളയിലും ഏറ്റുമാനൂരിലും കളമശ്ശേരിയിലും എലത്തൂരിലും കണ്ണൂരിലും അങ്ങനെ തുടങ്ങിയ മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ നിഗമനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സമ്പൂർണ്ണ ജനാധിപത്യ വിരുദ്ധമായ നിലപാടും ജനദ്രോഹ നടപടികളും സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കഴിഞ്ഞ 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരസ്കരിക്കുകയും ആ സ്ഥാനത്തേക്ക് കേരളത്തെ പുതുയുഗ പിറവിയിലേക്ക് അല്ലെങ്കിൽ പുതുയുഗ കേരളത്തേക്ക് കൈപിടിച്ചുയർത്തുവാനായിട്ട് UDF സമുന്നതരായ നേതാക്കന്മാർ കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നാൽ കോൺഗ്രസും കമ്മ്യൂണിസവും ചേർന്നുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും യഥാർത്ഥ കോൺഗ്രസ്സുകാരും യോജിച്ചുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും പുലർത്തുന്നതിനാവശ്യമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് UDF ഇപ്രാവശ്യം കൈക്കൊണ്ടത്. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായ G. സുധാകരൻ, അതുപോലെ തന്നെ പയ്യന്നൂരിൽ മത്സരിച്ച ശ്രീ കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ മത്സരിച്ച ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിച്ച ആയിഷ പോറ്റി, ഇവരൊക്കെ സമുന്നതരായ കമ്മ്യൂണിസ്റ്റുകാരാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം നല്ല കമ്മ്യൂണിസ്റ്റുകാരും നല്ല കോൺഗ്രസ്സുകാരും ചേർന്നാണ് UDF പാനലിൽ ഈ പ്രാവശ്യം മത്സരിച്ചത്. CP ജോണിനെ നമുക്ക് ഒഴിവാക്കാനാവത്തില്ല, അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പൂർണമായ ഒരു ലിസ്റ്റാണ് UDF കഴിഞ്ഞ പ്രാവശ്യം കളത്തിലിറക്കിയത്. അത് ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവർ നമ്മളെ ഭരിക്കട്ടെ, നാട് നന്നാകട്ടെ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.